രക്ഷ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മളൊരു കുർത്തിയുടെ കട്ടിങ് ചെയ്തായിരുന്നു. ഇന്ന് അതിന് നമ്മുടെ സ്റ്റിച്ചിങ് ആണ്. അപ്പം ഇന്നലെ നമ്മൾ കട്ട് ചെയ്തപ്പം ലൈനിങ് അങ്ങ് കട്ട് ചെയ്തായിരുന്നു. അത് കാണിച്ചില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഫ്രണ്ടിൻ്റെ ആയാലും ബാക്കിൻ്റെ ആയാലും ആ തുണിയുടെ 1.5 ഇഞ്ച് ലെങ്ത് ഞാൻ കുറച്ചാണ് ലൈനിങ് എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല തുണിയെക്കാട്ടിലും 1.5 ഇഞ്ച് ലെങ്ത് കുറച്ചാണ് ഞാൻ ലൈനിങ്ങിൽ എടുത്തേക്കുന്നത്. അങ്ങനെ ലൈനിങ്ങും കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഓർഗൻസയുടെ അടിയിൽ ലൈനിങ് വെക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഈ തുണികളെല്ലാം തമ്മിൽ നമ്മൾ മണ്ടയിലൊരു ജോയിൻ ചെയ്യുക. ഈ ഓർഗൻസയുടെ തുണിയും അതിനുള്ള ലൈനിങ്ങും നമ്മുടെ കുർത്തയുടെ ഫ്രണ്ട് പാർട്ടും തമ്മിൽ നമ്മളിങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ജോയിൻ ചെയ്ത് താഴോട്ട് നമ്മുടെ ആം ഹോൾ രണ്ടും താഴോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ മോൾ വശം സ്റ്റിച്ച് ചെയ്യണം, 2 ആം ഹോളിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാമേ. നമ്മളങ്ങനെ കുർത്തിയുടെ നമ്മൾ ആ വശവും ആം ഹോളിൻ്റെ വശവും ഞാനിങ്ങനെ താഴ്വശവും കൂടെ അടിച്ചിട്ടുണ്ട്. താഴ്വശവും കൂടെ അങ്ങ് അടിച്ചാൽ മതി. വെറുതെ ഒന്ന് മടക്കി ഒന്ന് അടിച്ചാൽ മതി. ഇനി എന്നിട്ട് നമുക്ക് ഇതിനകത്തിൽ കഴുത്ത് വെട്ടണം. അപ്പോൾ ഇതിന് ഞാൻ ലൈനിങ് ഉണ്ട്, ആ ലൈനിങ്ങിലാണ് ഞാൻ കഴുത്ത് വെട്ടുന്നത്. അപ്പോൾ നമ്മൾ ബോട്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. 3.5 ഇഞ്ചാണ് ഞാനിവിടെ ബോട്ട് നെക്കിന് എടുക്കുന്നത്. താഴോട്ടുള്ള ലെങ്ത് 4.5 ഇഞ്ച് വരെ ഞാൻ എടുക്കുന്നുണ്ട്. 4.5 ഇഞ്ച് ഇവിടെ താഴെയും 3.5 ഇഞ്ച് അടയാളപ്പെടുത്തും. എന്നിട്ട് ഇതൊരു ബോക്സ് പോലെ വരച്ചിട്ട് നമ്മളിതൊരു ബോട്ട് നെക്കിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് ഇത് ഇപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ നമുക്കൊന്ന് വരയ്ക്കണം. അപ്പോൾ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിത് തിരിച്ചൊന്നുകൂടെ മടക്കുക. ഇതിൻ്റെ 2 വശത്തും ഒരേപോലെ മാർക്കിങ് വരാൻ വേണ്ടി നമ്മളിത് ഒന്നുകൂടെ മടക്കിയിട്ട് മടക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കഴുത്ത് തേണ്ട ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ തുണിയുടെ നല്ല ഭാഗം എടുക്കാം. നമ്മുടെ കുർത്തയുടെ തുണിയുടെ നല്ല ഭാഗം എടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. സെൻറ്റർ ഒന്നും കാണാൻ വേണ്ടിയാണ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. നമ്മൾ ഈ ലൈനിങ്ങിൻ്റേതും സെൻറ്റർ ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുക. ലൈനിങ്ങിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് സെൻറ്ററും കൂടെ കോട്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ റൗണ്ട് നമ്മൾ ഈ വരച്ചിടത്തോടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകത്തില്ല. ആദ്യം സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതെങ്ങനെയാണെന്നോ ചെയ്തത് അതേപോലെ നെക്ക് ചെയ്യുക. എന്നിട്ട് എന്നിട്ട് ഇത് തിരിച്ചിടുക. അത് തിരിച്ചിടുന്നത് എല്ലാവർക്കും അറിയാതിരിക്കട്ടെ. എന്നിട്ട് ഇതിങ്ങനെ ഈ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് നിങ്ങൾ തിരിച്ചിടുമ്പോൾ ഈ ലൈനിങ് അകവശത്തോട്ട് പോകും. അങ്ങനെ നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 4 ഇഞ്ചിൽ കട്ട് ചെയ്യുവാണ്. ഓരോ കട്ടിങ് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ശരിക്ക് മറിച്ചിടാൻ പറ്റും. ഇനി എന്നിട്ട് ഈ ലൈനിങ് അങ്ങനെ അകത്തോട്ട് പോകും. നമുക്കിങ്ങനെ അറ്റത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അറ്റത്തൂടെ ഇങ്ങനെ വലിച്ച് നീട്ടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. നെക്ക് ഒത്തിരി വലിക്കല്ലേ. ഈ ലൈനിങ്ങിൻ്റെ കാര്യമാണ്. ലൈനിങ് അകത്തോട്ട് ശരിക്കും അങ്ങോട്ട് കയറ്റിയിട്ട് ഇതുപോലെ അരികത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇത് ഓർഗൻസ ആയതുകൊണ്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. സ്റ്റിച്ച് കൊടുത്തില്ല ചിലപ്പോൾ അടങ്ങി ഒതുങ്ങി അതിരിക്കത്തില്ല.
അപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേണമെന്നുള്ളവർക്ക് ഈ ലൈനിങ്ങൂടെ വെച്ച് ഒരടി ഒഴിക്കാമേ, വേണമെന്നുള്ളവർക്ക്. ഇതേ തന്നെ രീതിയിൽ നമുക്ക് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ബാക്ക് നെക്കിൻ്റെ നല്ല ഭാഗം എടുക്കാം. നല്ല വശം നമ്മൾ ബാക്ക് നെക്കിൻ്റെ നല്ല വശം എടുത്തു. സെൻറ്ററാണ് കണ്ട് ഒരു നോട്ട് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ അതേ തന്നെ 3.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തും 4.5 ഇഞ്ച് നെക്കിൻ്റെ നീളവും വെച്ചിട്ട് നമ്മൾ അതേപോലെ തന്നെ റൗണ്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഈ തുണി തിരിച്ചിടാം. എന്നിട്ട് കട്ടിങ് മുഴുവൻ കഴിയുമേ. അപ്പം നെക്കിൻ്റെ മുഴുവൻ കട്ടിങ് കഴിയും. മറ്റേതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ ബാക്ക്. ഇനി എന്നിട്ട് നമ്മൾ ഷോൾഡർ കൂട്ടാൻ പോവാന്നേ. അപ്പോൾ നമ്മൾ ബാക്ക് വശത്തെ നെക്ക് നമ്മൾ അടിക്കുന്നില്ല. അടിക്കുന്നതിന് മുമ്പ് നമുക്ക് പിന്നടിക്കാം. എന്നിട്ട് ഷോൾഡർ കൂട്ടാൻ ബാക്കിൻ്റെ നമ്മൾ ഷോൾഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഫ്രണ്ടിൻ്റെ ഷോൾഡർ ഇടുക. ബാക്കിൻ്റെ നല്ല വശത്തെ ഫ്രണ്ടിൻ്റെ നല്ല വശം ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അപ്പം ഇങ്ങനെ ഒരു ഭാഗം കാണും. ഇതിൻ്റെ ലെവലേ നേരെ കൊണ്ടുവെക്കാം. ഈ മടക്കിൻ്റെ അവിടെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ച് അടിക്കാം. അങ്ങനെ മറ്റേ സൈഡ് അടിക്കാം. അങ്ങനെ നമ്മൾ രണ്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആ ഓർഗൻസൈഡ് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ പൊങ്ങി പോകാമായിരുന്നു. അത് പിടിച്ച് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ലൈനിങ് തുണിയിലാണ് സ്ലീവ് കട്ട് ചെയ്തത്. ഇനി എന്നിട്ട് ഓർഗൻസയിൽ നമ്മളിതുപോലെ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചായിരുന്നു. നിങ്ങളിപ്പം തയ്ക്കുമ്പോൾ ഓർഗൻസ തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് എടുക്കാം. ഞാൻ ഓർഗൻസ ഉള്ളതുകൊണ്ട് അതെടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഇത് സ്ലീവിൻ്റെ കറക്റ്റ് വെച്ചിട്ട് നമ്മൾ എവിടെ വരെ ആ പഫ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഓരോ നോട്ട് കൊടുത്തിരുന്നു. അപ്പം അവിടെ വരെ നമ്മൾ ഓർഗൻസയിൽ നോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും പഫ് ഇടുക. കണ്ടോ, നമ്മുടെ സ്ലീവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ പൊങ്ങി നല്ല ഭംഗിയായിട്ടിരിക്കും. എന്നിട്ട് നമ്മളിനി ഈ നല്ല സ്ലീവിൻ്റെ ഇത് നമ്മൾ സ്ലീവിൻ്റെ നല്ല വശത്ത് ഈ പഫ് ചെയ്തേക്കണേ. ഇനി ഇതിൻ്റെ പന്നവശം എടുക്കുക. പന്നവശം എടുത്ത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു പടി വെക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അതിൻ്റെ കസവിൻ്റെ ഭാഗം ഞാൻ പടിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഈ പടി ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഈ സ്ലീവിൻ്റെ പന്നവശത്ത് താഴ്ഭാഗത്ത് പന്നവശത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു 1/2 ഇഞ്ചിലൊരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അത് മറിച്ച് നല്ല വശത്തേക്ക് ഇടുക. അങ്ങനെ നമ്മൾ പഫ് സ്ലീവിൻ്റെ അടിയിൽ നമ്മളിതുപോലെ പടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ സെൻറ്ററും തമ്മിൽ ഇങ്ങനെ കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. നമ്മളിത് സ്ലീവ് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യാം. നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ സ്ലീവിൻ്റെ വിഡ്ത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേപോലെ ചെസ്റ്റിൻ്റെ മുഴുവൻ എടുത്തിട്ട് ഇതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എത്രയാണോ ചെസ്റ്റ് 10 ആണെങ്കിൽ 10, 10.5 ആണെങ്കിൽ 10 അത് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ വേസ്റ്റ് 14 ആയിരുന്നു. 1/2 ഇഞ്ച് അടിച്ചു പോയപ്പോൾ 13.5 ഇഞ്ച്. അതിൻ്റെ അവിടുത്തെ എൻ്റെ വിഡ്ത്തെന്ന് പറയുന്നത് 18 ഇഞ്ച്. അപ്പോൾ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ 9 ഇഞ്ച്, ഇങ്ങോട്ട് 9 ഇഞ്ച്. അതേപോലെ ഹിപ്പ് മാർക്ക് ചെയ്തേക്കുന്നത് 21 ആയിരുന്നു. അപ്പോൾ 1/2 ഇഞ്ച് പോയിട്ട് 20.5 20.5 11 വെച്ച് 22 വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിപ്പ് ഒരു ഭാഗം 11, മറ്റേ ഭാഗം 11. എന്നിട്ട് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്ലിറ്റ് വരയ്ക്കാം. എന്നിട്ട് ഇവിടെ വന്നിട്ട്
സ്ലിറ്റിൻ്റെ അവിടെ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇവിടെ സ്ലിറ്റിൻ്റെ അവിടെ വരെ വന്നിട്ട് പിന്നെ താഴോട്ട് നമ്മൾ സ്ലിറ്റ് അടിക്കുവാണ്. അങ്ങനെ നമ്മൾ സ്ലിറ്റ് രണ്ട് വശത്തെ അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്നിട്ട് അതിനകത്തെ ലൈനിങ് നമ്മൾ അടിക്കണം, താഴ്വശത്തെ ലൈനിങ് അടിക്കണം. പക്ഷേ ഇനി ബാക്കിൽ മാത്രം പാട്ടടിച്ചാൽ മതി. ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് അവിടെ അങ്ങനെ കസവിൻ്റെ പാട്ടുള്ളതുകൊണ്ട് അതങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാമേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.